എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 4-ാമത്തെ സർഗത്തിലെ 77ഉം 78ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 77ാമത്തെ ശ്ലോകം നോക്കാം. ഇവിടെ സന്ധ്യയായി നമുക്ക് തിരിച്ചു പോവാം എന്ന് ബലരാമൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുന്നതാണ് കാണാൻ പറ്റുക. ആദ്യം ശ്ലോകം ചൊല്ലാം. തദേഹി ശൗരേ തപനവ്യപായാത് പ്രാഗേവ യാമഃ പദമസ്മദീയം ഇയം ക്ഷിതിഷ്വഭ്രതടേന പശ്ചാത് ദുസ്സഞ്ചരാ ലുബ്ധകനിർമ്മിതേന. പദച്ഛേദം നോക്കാം. തത് ഏഹി ശൗരേ തപനവ്യപായാത് പ്രാഗ് ഏവ യാമഃ പദം അസ്മദീയം ഇയം ക്ഷിതി ശ്വഭ്രതടേന പശ്ചാത് ദുസ്സഞ്ചരാ ലുബ്ധകനിർമ്മിതേന. ഇതൊക്കെയാണ് പദച്ഛേദം വരുന്നത്. ഇവിടെ ബലരാമൻ ശ്രീകൃഷ്ണനെ വിളിച്ചിട്ട് പറയാണ്, ശൗരേ, അല്ലയോ കൃഷ്ണ, ഇയം ക്ഷിതി, ഈ ക്ഷിതി ഉണ്ടല്ലോ, ഈ ക്ഷിതി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എന്നുള്ളത് കൊണ്ട് ഈ വനഭൂമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒട്ടും പരിചയമില്ലാത്തതായ, നമ്മളൊന്നും ഇതുവരെ സഞ്ചരിക്കാത്തതായ ഈ കാട്ടുപ്രദേശം, അതാണ് ഇയം ക്ഷിതി. ലുബ്ധകനിർമ്മിതേന ശ്വഭ്രതടേന പശ്ചാത് ദുസ്സഞ്ചര. ലുബ്ധകനിർമ്മിതേന, ലുബ്ധകന്മാരാൽ നിർമ്മിക്കപ്പെട്ടതായ ശ്വഭ്രതടങ്ങളെ കൊണ്ട് പശ്ചാത്, സൂര്യാസ്തമയത്തിനു ശേഷം ദുസ്സഞ്ചര ഖലു, സഞ്ചരിക്കാൻ പറ്റാത്തതാണ്. എന്താണ് ലുബ്ധകനിർമ്മിതേന ശ്വഭ്രതടേന എന്ന് പറഞ്ഞാൽ? ലുബ്ധകന്മാരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതായ കാട്ടുവാസികൾ, അതായത് കിരാതന്മാർ, കാട്ടാളന്മാർ, അതാണ് ലുബ്ധകന്മാർ. അവരാൽ നിർമ്മിക്കപ്പെട്ടതായ ശ്വഭ്രതടങ്ങൾ. ശ്വഭ്രതടങ്ങൾ എന്നുള്ളത് കൊണ്ട് ചില പൊത്തും ഗുഹയും കുഴിയും ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഭൂമി. അതായത് ഇവർ കാട്ടാളന്മാരാണല്ലോ, ഇവരിവിടെ നിന്ന് പല ജീവികളെയും അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ പിടിച്ചിട്ടാണ് അതൊക്കെ തിന്നും അതിൻ്റെ തോലുരിച്ച് കൊടുത്തുമൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ചില സങ്കേത സ്ഥാനങ്ങൾ ഈ കാട്ടിലുണ്ടാവും. അപ്പോൾ പകലാകുമ്പോൾ നമുക്ക് നടന്നു പോണതിൻ്റെ ഇടയ്ക്ക് കാട്ടിൽ ഇങ്ങനെയുള്ള കുഴികളോ മറകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ മുമ്പേയൊക്കെ പറയാറുണ്ട്, ആനകളെ ഇപ്പോൾ പിടിക്കാറില്ല എങ്കിലും പണ്ട് വാരിക്കുഴി കുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് മീതെ പുല്ലും അല്ലെങ്കിൽ മണ്ണുമൊക്കെ ഇട്ടിട്ട് അവിടെ ഭൂമി തന്നെയാണെന്ന് തോന്നിക്കും. പക്ഷേ താഴെ വലിയൊരു കിണർ പോലെ അത്രയ്ക്ക് താഴ്ചയുള്ളൊരു കുഴിയായിരിക്കും. അവിടെയാണ് ആനകൾ വന്ന് ശരിക്കുള്ള സ്ഥലമാണെന്ന് വിചാരിച്ച് ചവിട്ടിപ്പോവും, അവിടെ വന്ന് വീഴും ചെയ്യും. അങ്ങനെ വാരിക്കുഴികൾ ഉണ്ടാക്കിയിട്ട് ആനയെ പിടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവരുടെ പല സങ്കേത സ്ഥലങ്ങളും ഈ കാട്ടാളന്മാരെ കാട്ടിൽ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് ഒട്ടും പരിചയമില്ലാത്തത് കൊണ്ട്, അതാണ് ലുബ്ധകനിർമ്മിതേന ശ്വഭ്രതടേന. ഇങ്ങനെയുള്ള ഓരോരോ കുഴികൾ, അതുപോലെ മറകൾ, കാട്ടിലെ ചില പ്രത്യേക പ്രദേശങ്ങൾ, അതിൽ കൂടെയൊക്കെ സഞ്ചരിച്ചാൽ ചിലപ്പോൾ മേലൊക്കെ അസ്ത്രങ്ങൾ വന്ന് പതിക്കും. ഇവർ വല്ല മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി വെച്ചിട്ടുള്ളതൊക്കെ ആവും. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പശുക്കളുടെ മേലൊക്കെ ആവും വന്ന് വീഴുക. അതുകൊണ്ട് പശ്ചാത് സൂര്യാസ്തമയസ്യ പശ്ചാത്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ദുസ്സഞ്ചര, സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വഴി അത്ര പരിചയമില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള ചില ദുർഘടങ്ങളുണ്ട്. അതുകൊണ്ട് തത് ഏഹി ശൗരേ, അതുകൊണ്ട് വരൂ, നമുക്ക് പോവാ കൃഷ്ണ. തപനവ്യപായാത് പ്രാഗ് ഏവ അസ്മദീയം പദം യാമ. തപനവ്യപായാത് പ്രാഗേവ, തപനവ്യപായം, തപനൻ സൂര്യൻ, സൂര്യൻ്റെ വ്യപായത്തിന് മുമ്പ് തന്നെ, സൂര്യൻ പരിപൂർണമായിട്ട് അസ്തമിച്ച് പോണതിന് മുമ്പ് തന്നെ. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഒരു തരി വെളിച്ചം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കാടാണ്. അപ്പോൾ ഒട്ടും കണ്ണ് കാണില്ല. അപ്പോൾ സൂര്യൻ ആ അസ്തമന പർവ്വതത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കാട്ടിൽ നിന്ന് മാറിയാലേ, കാടിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോയാലേ ഇങ്ങനെയുള്ള ചില ദുർഘടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബലരാമൻ പറയണത് തപനവ്യപായാത് പ്രാഗേവ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അസ്മദീയം പദം യാമ, നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക്, അസ്മദീയം പദം എന്ന് പറഞ്ഞാൽ അമ്പാടിയിലേക്ക് പോവാം. വേഗം പുറപ്പെടൂ, പശുക്കളെയൊക്കെ കൂട്ടി വിളിച്ചോളൂ, നമുക്ക് ഇവിടെ നിന്ന് രാത്രി ആവണതിന് മുമ്പ് പുറപ്പെടാം. സന്ധ്യയൊക്കെ ആവാൻ നിന്നാൽ പിന്നെ വഴി തെറ്റും.
അതുപോലെ വഴിയിൽ പലതും ഉണ്ടാവും, നമുക്കറിയാത്ത വഴികളാണ്. അവിടെ എന്തൊക്കെയാണ് നമ്മളെ, അതായത് ബലരാമനെയോ ശ്രീകൃഷ്ണനെയോ ഗോപന്മാരെയോ ഒന്നും ആക്രമിക്കാൻ വേണ്ടി വച്ചിട്ടുള്ളതൊന്നും ആവില്ല. പക്ഷെ അത് നമ്മുടെ മേൽ വന്ന് പതിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് രാത്രി ആവണതിന് മുമ്പ് ഇവിടെ നിന്ന് പോവുകയാണ് നല്ലത്. പശുക്കൂട്ടങ്ങളെയൊക്കെ കൂട്ടി പുറപ്പെടുകയല്ലേ എന്നാണ് ഏട്ടൻ അനിയനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ശൗരേ ഏഹി, ഹേ കൃഷ്ണ, നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ അമ്പാടിയിലേക്ക് പോവാം എന്ന് ബലരാമൻ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശ്രീകൃഷ്ണൻ എന്താ മറുപടി പറയണത് എന്നുള്ളതാണ് 78ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. ശ്രുത്വേതി രാമസ്യ ഗിരം മുരാരി അസ്ത്വേവമിത്യാദരപൂർവമുക്ത്വാ സഹ പ്രതസ്ഥേ സച മിത്രവർഗൈ പ്രചണ്ഡ ശൃംഗധ്വനിപൂരിതാശൈ. ആദ്യം പദച്ഛേദം നോക്കാം. ശ്രുത്വാ ഇതി രാമസ്യ ഗിരം മുരാരി അസ്തു ഏവം ഇതി ആദരപൂർവം ഉക്ത്വാ സഹ പ്രതസ്ഥേ സച മിത്രവർഗൈ പ്രചണ്ഡ ശൃംഗധ്വനിപൂരിതാശൈ. അവസാനത്തെ വരി മുഴുവനും ഒറ്റ വാക്കാണ്. ഇവിടെ രണ്ടാമത്തെ വരിയിലാണ് കൂടുതലായിട്ട് വരുന്നത്. അസ്തു ഏവം ഇതി ആദരപൂർവം ഉക്ത്വാ. ഏട്ടൻ പറഞ്ഞപ്പോൾ അനിയന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പൂവന്നെ, നമുക്ക് മറ്റ് ഗോപന്മാരെയും പശുക്കളെയൊക്കെ കൂട്ടിയിട്ട് തിരിച്ചു പോവാം എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അതാണ് ഇതി രാമസ്യ ഗിരം ശ്രുത്വാ മുരാരി. സമുരാരി, ആ മുരാരിയായിട്ടുള്ള കൃഷ്ണൻ, ഇതി രാമസ്യ, ഇപ്രകാരമുള്ള രാമൻ്റെ വാക്കുകൾ ശ്രുത്വ, കേട്ടിട്ട്, ഏവം അസ്തു, അങ്ങനെയാവട്ടെ, ആ വാക്ക് കേട്ടപ്പോൾ ഏവമസ്തു ഇതി ആദരപൂർവം ഉക്ത്വ, അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് പോവാം, മതി, കാട്ടിൽ ഇത്രയൊക്കെ മേഞ്ഞാൽ മതി. പശുക്കളൊക്കെ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അവരവരുടെ ഗൃഹങ്ങളിൽ അഥവാ തൊഴുത്തുകളിൽ എത്തിച്ചേരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഏട്ടനോടുള്ള ആദരവും കാണിച്ചുകൊണ്ട്, അതാണ് ആദരപൂർവം ഉക്ത്വ. ആദരം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഒരു അഭിപ്രായം, ഒരു എതിരഭിപ്രായവും ഇല്ല. എന്താണോ ആവശ്യപ്പെടുന്നത് അങ്ങനെ തന്നെ എന്ന് വളരെ ആദരവോട് കൂടിയിട്ട് ഏട്ടനോട് പറഞ്ഞിട്ട്, സ പ്രചണ്ഡ ശൃംഗധ്വനിപൂരിതാശൈ മിത്രവർഗൈ സഹ പ്രതസ്ഥേ ച. മിത്രവർഗൈ സഹ സഹ പ്രതസ്ഥേ, മിത്രവർഗങ്ങളോട് കൂടിയിട്ട്, മറ്റു ഗോപന്മാരോടൊക്കെ കൂടിയിട്ട്, പ്രതസ്ഥേ, വീട്ടിലേക്ക് പോവാൻ അഥവാ ഗൃഹങ്ങളിലേക്ക്, അതായത് ഗോകുലത്തിലേക്ക് പോവാൻ പുറപ്പെട്ടു. എങ്ങനെയുള്ള മിത്രങ്ങളോട് കൂടിയിട്ടാണ് പുറപ്പെടുന്നത് എന്നാണെങ്കിൽ, പ്രചണ്ഡ ശൃംഗധ്വനി പൂരിത ആശൈ. പ്രചണ്ഡം എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ട് അല്ലെങ്കിൽ ഉറക്കെ എന്നൊക്കെയുള്ള അർത്ഥം. ശൃംഗധ്വനി, ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പ് അല്ലെങ്കിൽ കുഴൽ എന്നൊക്കെ പറയാം. അത് വിളിച്ചിട്ടാണ് പശുക്കൂട്ടങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ഈ കൊമ്പ് വിളിച്ചിട്ടാണ്. അപ്പോൾ അത് വിളിച്ചുകൊണ്ട്, അത് ശ്രീകൃഷ്ണൻ്റെ മാത്രമൊന്നുമല്ല, മറ്റു ഗോപന്മാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. പ്രചണ്ഡ ശൃംഗധ്വനി പൂരിത ആശൈ, ആ ശൃംഗധ്വനികളാൽ നിറഞ്ഞതായ ദിക്കുകളോടുകൂടി. ദിക്കുകളിലൊക്കെ ഈ കുഴൽവിളിനാദം നല്ലവണ്ണം കേൾക്കാറായി. പശുക്കളെയൊക്കെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു കൂട്ടി, പല ദിക്കിലും പോയി മേയുകയാണല്ലോ, പല പുല്ലുള്ള പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ നടന്ന് അവ അങ്ങനെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ടാവും. ആ കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്ന ആ കുഴൽനാദങ്ങളെ കൊണ്ട് മുഖരിതമായ പ്രദേശങ്ങൾ, അങ്ങനെ കുഴൽനാദം പുറപ്പെടുവിക്കുന്ന മിത്രവർഗങ്ങളോട് കൂടിയിട്ട്, കൂട്ടുകാരോട് കൂടിയിട്ട്, പ്രതസ്ഥേ, ആ കൃഷ്ണൻ പുറപ്പെട്ടു. അപ്പോൾ പശുക്കളുണ്ട്, ഗോപന്മാരുണ്ട്, ബലരാമനുണ്ട്, ശ്രീകൃഷ്ണനും അവരുടെ കൂടെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെയാണോ ഇങ്ങോട്ട് പോകുന്നത്, രാവിലെ പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഗോകുലത്തിൽ നിന്ന് അച്ഛനമ്മമാരുടെ അനുവാദത്തോട് കൂടിയിട്ട് എങ്ങനെയാണോ പോകുന്നത്, അതേപോലെ തന്നെ സന്തോഷമായിട്ട് കൂട്ടുകൂടി പാട്ടുപാടി കുഴലൊക്കെ വിളിച്ച് തിരിച്ച് പുറപ്പെട്ടു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തദേഹി ശൗരേ തപനവ്യപായാത് പ്രാഗേവയാമ പദമസ്മദീയം ഇയം ക്ഷിതിശ്വഭ്രതടേന പശ്ചാത് ദുസ്സഞ്ജരാലുബ്ധഗനിർമ്മിതേന ശ്രുത്വേതി രാമസ്യ ഗിരം മുരാരി അസ്ത്വേവമിത്യാദരപൂർവമുക്ത്വാ സഹ പ്രതസ്ഥേ സച മിത്രവർഗൈ
പ്രചണ്ഡ ശൃംഗധ്വനിപൂരിതാശൈ. ഇനി ഗോപന്മാരും അതുപോലെ തന്നെ പശുക്കളും ഒക്കെ കൂടിയിട്ടുള്ളതായ തിരിച്ചുപോക്കാണ് അടുത്ത ഭാഗത്ത് വർണ്ണിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും വളരെ ആസ്വദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് കൃഷ്ണൻ ചെയ്യണത്. ഇനി തിരിച്ചുള്ള യാത്രയും അതുപോലെ തന്നെ കളിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് മേളിച്ച് അങ്ങനെയാണ് പോണത്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.